കഠിന പരിശ്രമം കൊണ്ട് ഒരാൾ ഒരു വഴിയുണ്ടാക്കാൻ തയ്യാറായാൽ അയാളുടെ പിന്നാലെ വിശ്വാസത്തോടെ ഒത്തിരി ആൾക്കാർ സഞ്ചരിക്കാനുണ്ടായിരിക്കും. പക്ഷേ ഒരേ ഒരാൾ വിചാരിക്കണം, ചിലപ്പോൾ ആ വഴി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അതേ ഭാഗത്ത് ഒരിക്കലും ഇനി വഴി ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ ചില സാഹചര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ പാറക്കെട്ടുകളായിരിക്കാം, ചിലപ്പോൾ കാടായിരിക്കാം, അതുപോലെ ചിലപ്പോൾ വെള്ളക്കെട്ടായിരിക്കാം. പക്ഷേ വിചാരിക്കുന്നത് എന്താണ്? ഒരു കാരണവശാലും ഇതുവഴി ഒരു വഴി ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരാൾ മനസ്സ് വെക്കുകയാണ്, ഇനി വെള്ളക്കെട്ടാണെങ്കിലും പാറക്കെട്ടാണെങ്കിലും കാടാണെന്നുണ്ടെങ്കിലും ഇനി വഴി ഉണ്ടാവാനായിട്ട് സാധ്യതയില്ലാത്ത ഏത് കണ്ടീഷനാണെന്നുണ്ടെങ്കിലും ഇതുവഴി ഒരു വഴി വന്നാൽ ആ വഴി വളരെയധികം പ്രയോജനകരമായിരിക്കും. തനിക്ക് മാത്രമല്ല, ഒത്തിരി വ്യക്തികൾക്ക്, വരുന്ന ജനറേഷന് ഈ വഴി ഒരു സഹായകരമായിരിക്കും, ഈസി ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരു വഴി വരുന്നതോടുകൂടി ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ചിന്തിച്ച് മനസ്സിലുറച്ച് ഒരൊറ്റയാൾ മാത്രം മുന്നിട്ടിറങ്ങി നിന്ന് ഒരു വഴി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ 1000 ആൾക്കാർ അയാളുടെ പിന്നാലെ ഉണ്ടാകും. ഈ വഴി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം പ്രതിസന്ധികളുണ്ടാകും, സാഹചര്യങ്ങൾ എതിരാകും, വ്യക്തികൾ എതിരാകും. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും, ആരോഗ്യം പോലും, മാനസികമായിട്ടുള്ള വിഷയങ്ങൾ പോലും എതിരായെന്നിരിക്കും. പക്ഷേ അതിനെ മറികടക്കാനായിട്ട് ആ ഒരൊറ്റ വ്യക്തി തയ്യാറെടുത്താൽ അത് വലിയൊരു ചരിത്ര നേട്ടമായിരിക്കും. ഇതുപോലെ ആയിരിക്കണം ഓരോ സ്ത്രീകളും മുന്നിൽ കാണുന്ന വഴി, ആ വഴി ഉണ്ടാകേണ്ട സ്ഥാനത്ത് പല പ്രതിസന്ധികളും തടസ്സങ്ങളും, ഒരിക്കലും ഒരു വഴി ഉണ്ടാകൂല എന്നുള്ള ഒരു കാഴ്ചപ്പാടിനകത്താണത് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ആ കാഴ്ചപ്പാട് മാറ്റി അവിടെ ഒരു വഴി ഉണ്ടാക്കാനായിട്ട് സ്ത്രീകൾ തയ്യാറാകണം. അത് ഫാമിലിക്ക്, തൻ്റെ അടുത്ത ജനറേഷന്, തന്നെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തിന്, ഇനി തന്നെ അറിയപ്പെടാതെ കിടക്കുന്ന ഒരു സമൂഹം പോലും ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കി തൻ്റെ പിന്നാലെ സഞ്ചരിക്കാനായിട്ട് അവർ തയ്യാറാകും. സോ ഓരോ സ്ത്രീയും നല്ല രീതിയിൽ വ്യക്തികൾക്കും ചുറ്റുപാടുകൾക്കും സമൂഹത്തിനും നല്ല സഞ്ചാരത്തിനായിട്ടൊരു മാർഗം ഉണ്ടാക്കുന്നതായിരിക്കണം. റോഡ് വെട്ടുന്ന കാര്യമല്ല പറയുന്നത്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു സ്ത്രീ മനസ്സ് വെച്ച് ചില സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ട് ശ്രമിച്ചാൽ അതുപോലെ ഇരുട്ടടഞ്ഞ സാഹചര്യത്തിൽ കിടക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് അതൊരു പ്രചോദനമാണ്. അവർ പിന്നാലെ വരും. സോ ഓരോ സ്ത്രീകളും എന്ന് പറയുന്നത് ശക്തമേറിയ നല്ലൊരു റോൾ മോഡലായിരിക്കണം. മുന്നേ നിന്ന് അവരെ ലീഡ് ചെയ്യാൻ പാകത്തിനുള്ള ശക്തിയുള്ള സ്ത്രീകളായിരിക്കണം. അങ്ങനെ ഒരു സ്ത്രീ സമൂഹം നമുക്കിടയിലുണ്ടായാൽ വളരെ നല്ലത്.